ഹായ് കുട്ടീസ്, നിങ്ങളുടെ മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആനുവൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ നിങ്ങളെ വെക്കേഷനൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ശരിക്കും നിങ്ങളെ വെക്കേഷൻ പ്ലാൻസ് എന്തൊക്കെയാണ്? കുറേ പേര് ഇപ്പം നിങ്ങളെ ഫാമിലിയുടെ അല്ലെങ്കിൽ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ കൂടാൻ പോയിട്ടുണ്ടാവും. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അടിച്ച് പൊളിച്ചത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കുറേ പേര് അധികം ഫോണിൽ തന്നെയായിരിക്കും. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ വെക്കേഷൻ ഇത്രയും കാര്യങ്ങളൊക്കെ വേണം, നിങ്ങൾ എല്ലാവരും ആഘോഷിക്കേണ്ട സമയം തന്നെയാണ്. പക്ഷേ ഇതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പുതിയ പുതിയ ബുക്സുകളൊക്കെ എന്ത് ചെയ്യുക, വായിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ എൻ്റെ കുട്ടികൾക്ക് ഞാനും ഒരു വെക്കേഷൻ പ്ലാൻ തരട്ടെ. അപ്പോൾ ശരിക്കും നമ്മളെ സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു വെക്കേഷൻ്റെ ഇടയിൽ എന്തിനാണ് നമ്മൾ പഠിക്കുകയും കൂടെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. കാര്യം ഇത്രയും ദിവസമായിട്ട് നമ്മൾ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇനി ഞങ്ങൾക്ക് കളിക്കേണ്ട സമയമല്ലേ? ശരിയാണ്, നിങ്ങൾക്ക് കളിക്കേണ്ട സമയം തന്നെയാണ്. സോ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സമയം നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനും കൂടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് വെക്കേഷൻ്റെ സമയത്തൊന്നും നമ്മളെ ക്ലാസ് ഇപ്പം തുടങ്ങാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു സമയം നമ്മൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ പോവുകയാണ്. സോ ഞാൻ എന്തിനാണ് ഇപ്പം നിങ്ങളോട് നമ്മളെ ബാച്ചിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ, വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സുകളൊക്കെ ആയിട്ട് പഠിച്ചെടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ കുറേ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ വിട്ടിട്ടായിരിക്കും പുതിയ അക്കാദമിക് ഇയറിലേക്ക് വരുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളെല്ലാവരും നമ്മളെ ബാച്ചിലൂടെ ഓരോ സബ്ജക്റ്റായിട്ട് പഠിച്ച് പുതിയ അക്കാദമിക് ഇയറിൽ നിങ്ങൾ പുതിയ ക്ലാസ് റൂമിലേക്ക് എത്തിച്ചേരുമ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ ആദ്യത്തെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ ബാച്ചിന് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്നും നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും. ശരിയാണ്, നമ്മളുടെ ബാച്ചിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോ നമ്മളെ ബാച്ചിനെ പറ്റി അറിയാൻ വേണ്ടി എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സമയം കളയാതെ തന്നെ എൻ്റെ മക്കൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പം ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള 5 സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു സ്മാർട്ട് വാച്ചൂടെ നിങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട്. അപ്പോൾ സമയമൊന്നും കളയേണ്ട, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ എൻ്റെ കുട്ടികളെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാച്ചിൽ വെച്ചും കാണണം. നിങ്ങൾ എല്ലാ ടീച്ചേഴ്സും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഹാപ്പി വെക്കേഷൻ, ബൈ ബൈ.